എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പലർക്കും ഒരുപാട് സംശയമുള്ളതിനെ കുറിച്ചാണ്. പലരും ഇപ്പോൾ ധരിക്കുന്ന ഒരു ആഭരണമാണ് ആമമോതിരം. ഇത് കയ്യിൽ ധരിക്കാമോ? ഏതൊക്കെ നാളുകാർക്കാണ് അത് അങ്ങനെ ധരിക്കുന്നതിനെ കൊണ്ട് ഉത്തമമായിട്ടുള്ളത്? ഇനി ഇത് ധരിക്കാൻ പാടില്ലാത്ത നാളുകാർ ആരൊക്കെ? അങ്ങനെ അത് മാത്രമല്ല, ഇതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഈ ആമമോതിരവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത്, ഞാനീ പറയുന്ന നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ ആമമോതിരം ധരിച്ചാൽ അവർ പിച്ചക്കാരനായാലും കോടീശ്വരന്മാരായിട്ട് തീരും. അവർ പോലും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയും ഐശ്വര്യവും അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് അവർ എന്ന് നോക്കാം. അതിനു മുൻപ് എന്താണ് ആമമോതിരമെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും അറിയണ്ടേ? അപ്പോൾ ജ്യോതിഷ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ കൂർമ്മ അവതാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ആമമോതിരം അണിയുന്നത്. ജ്യോതിഷശാസ്ത്രം പറയുന്നത് ആമമോതിരം നമ്മുടെ വലത്തെ കയ്യിൽ അണിയുന്നത് അതിപ്പോൾ ഏത് നാളുകാരെ സംബന്ധിച്ചും അത് ശുഭകരമാണ്. പക്ഷേ ചില പ്രത്യേക നാളുകാരുണ്ട്. ആ നാളുകാർ ഈ ആമമോതിരം വലത്തെ കയ്യിൽ അണിഞ്ഞാൽ അവർക്കത് ഇരട്ടി സൗഭാഗ്യം കൊണ്ടുവരുന്നാണ് പറയുന്നത്. ചിലർ പറയും ചില നാളുകാർ അല്ലെങ്കിൽ ചില രാശിക്കാർ ഇത് അണിയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ യാതൊരു വേർതിരിവുമില്ല. എൻ്റെ അറിവനുസരിച്ച് എല്ലാവർക്കും നന്മ വരുത്തുന്ന, എല്ലാവർക്കും ഭാഗ്യം നൽകുന്നതാണ് ആമമോതിരം. ഈ ആമമോതിരം അത് മഹാവിഷ്ണുവിൻ്റെ കൂർമ്മ അവതാരത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ആമമോതിരം അണിയാവുന്നതാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അതിൽ ചില സവിശേഷ നാളുകാർക്ക് അത് ഇരട്ടി സൗഭാഗ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ നാളുകാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഈ നാളുകാർ ഇനി പറയുന്നതാണ് ആ നാളുകാർ. അപ്പോൾ ഈ നാളുകാർ വെള്ളിയിലോ സ്വർണത്തിലോ തീർത്ത ആമമോതിരം അണിയുന്നത് അത്യുത്തമമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രോഹിണി, പൂരാടം, ചിത്തിര, തിരുവോണം, പൂരം, പൂയം, പുണർദം, ചോതി ഈ പറഞ്ഞ നാളുകാരാണ് ആമമോതിരം അണിഞ്ഞാൽ ഇരട്ടി ഫലം ലഭിക്കാൻ യോഗ്യരായിട്ടുള്ളവർ. രോഹിണി, പൂരാടം, ചിത്തിര, തിരുവോണം, പൂരം, പൂയം, പുണർദം, ചോതി ഇവർ വെള്ളിയിൽ തീർത്ത ആമമോതിരം അണിയാൻ ഏറ്റവും അനുയോജ്യരായിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കേൾക്കുന്ന നിങ്ങൾ തന്നെ ഈ നാളുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മോതിരം അണിയാവുന്നതാണ്. അങ്ങനെ അണിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ട് വരും. അപ്പം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് അണിയുന്നത് അങ്ങനെ പോയി വാങ്ങി അങ്ങനെ പെട്ടെന്ന് അണിഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിനും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി അതാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ആമമോതിരം ആദ്യമായിട്ട് അണിയാൻ തീരുമാനിച്ചാൽ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് ആ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ച് ചെയ്താൽ ഫലം ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്ത് വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ ഈ മോതിരം അണിയുന്നതിന് മുമ്പ് ഈ മോതിരം ഒരു തുളസി തീർത്ഥത്തിൽ ഇട്ട് വെച്ച് തുളസി തീർത്ഥത്തിൽ കഴുകി അമ്പലത്തിൽ നൽകി അവിടെ നിന്ന് പൂജിച്ച് വാങ്ങുക. അപ്പം അങ്ങനെ ചെയ്താൽ അത് ഏറ്റവും നല്ലതാണ്. അതിനേക്കാൾ ശുഭകരമായിട്ടുള്ള മറ്റൊന്നും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നിങ്ങൾ ആമമോതിരം അണിയാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇങ്ങനെ പൂജിച്ച് അണിയാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് വരും. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ, ഈ ആമമോതിരം അണിയാൻ നിങ്ങൾ തീരുമാനിച്ചു. അപ്പം നിങ്ങൾ വാങ്ങി.
അത് ഏത് ദിവസവും നിങ്ങൾക്ക് വാങ്ങാം. അതിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. എങ്കിലും അത് വ്യാഴാഴ്ചയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾ ഏത് ദിവസവും വാങ്ങി എന്ന് വിചാരിക്കൂ. പക്ഷെ നിങ്ങൾ അണിയുന്നത് അത് വ്യാഴാഴ്ചയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് ഈ ആമമോതിരം അണിയാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം വ്യാഴാഴ്ചയാണ്. മറ്റേതെങ്കിലും ദിവസമാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ പോലും അത് കയ്യിൽ സൂക്ഷിക്കുക. എന്നിട്ട് വ്യാഴാഴ്ച ദിവസം അണിയുക. വ്യാഴാഴ്ചയാണ് കടയിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഇനി അടുത്ത കാര്യം, ഇങ്ങനെ വാങ്ങിയ ആമമോതിരം നിങ്ങൾ തുളസി തീർത്ഥത്തിൽ കഴുകിയിട്ട് വേണം അണിയാൻ. അപ്പോൾ എങ്ങനെയാണ് തുളസി തീർത്ഥം ഉണ്ടാക്കുക എന്ന് നോക്കാം. ഒരു ഗ്ലാസ്സിൽ അല്പം ജലം എടുത്ത് 3 തുളസിയില അതിൽ നുള്ളിയിട്ട് ഒരു 40 മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കുക. അങ്ങനെ തുളസീൻ്റെ അംശം കലർന്ന തീർത്ഥമാണ് നമ്മൾ തുളസി തീർത്ഥം എന്ന് പറയുന്നത്. ഈ തീർത്ഥം ഉപയോഗിച്ചിട്ട് ഈ നിങ്ങൾ വാങ്ങിയ ആമമോതിരം കഴുകി വൃത്തിയാക്കി അതിനുശേഷം നിങ്ങളുടെ വലത് കൈയിൽ അണിയുക. ഇത് ഏറ്റവും പ്രധാനമാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ശുദ്ധീകരിച്ച് എനർജി വരുത്തിയ ഈ ആമമോതിരം നിങ്ങൾ ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്ങനെയെങ്കിലും ധരിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ മുഖം എപ്പോഴും നിങ്ങളുടെ നേർക്ക് വരണം. അതായത് ആമയുടെ തല നിങ്ങളുടെ നേർക്കായിരിക്കണം. അപ്പോൾ വിരലിലേക്ക് ഇടുമ്പോൾ മുകളിലേക്ക് അതിൻ്റെ തല വരുന്ന രീതിയിലായിരിക്കണം, താഴേക്കാവരുത്. ഇപ്പം നമ്മൾ ചൂണ്ടുകയാണെങ്കിൽ പുറത്തേക്ക് അത് ആ ചൂണ്ടുവിരലിൻ്റെ അറ്റത്തേക്ക് ആമയുടെ മുഖം വരുന്ന രീതിയിലാവരുത്. നിങ്ങളുടെ മേലേക്കായിരിക്കണം ആമയുടെ മുഖം ഉണ്ടായിരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന ഫലം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നാളും ദിവസവും ഒക്കെ നോക്കി ഒരുപാട് പേര് മോതിരം അണിയും. പക്ഷെ എന്താ ഫലം? അണിഞ്ഞ രീതി തെറ്റാണെങ്കിൽ പ്രതീക്ഷിച്ച ഫലം ലഭിക്കില്ല. അപ്പം അതാണ് അതിൻ്റെ കാര്യം. അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആമമോതിരം ഒരാൾ അണിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ അണിഞ്ഞ മോതിരം മറ്റൊരാൾക്ക് നൽകാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തോ ഒക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മോതിരം അണിഞ്ഞ് പോയാൽ ഒന്ന് നോക്കട്ടെ, ഇട്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ അത് ഊരി വാങ്ങി ഇട്ട് നോക്കും, അണിഞ്ഞു നോക്കും. അങ്ങനെ നൽകാൻ പാടില്ല. അങ്ങനെ നൽകേണ്ട ഒന്നല്ല ആമമോതിരം. അങ്ങനെ പരസ്പരം കൈമാറരുത്. നിങ്ങൾ അണിഞ്ഞ മോതിരം അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. അത് മറ്റൊരാൾക്കും അണിയാൻ വേണ്ടി ഷെയർ ചെയ്യരുത്. അങ്ങനെ നൽകുകയാണെങ്കിൽ അത് നിങ്ങളുടെ സൗഭാഗ്യം നിങ്ങൾ മറ്റൊരാൾക്ക് ദാനം നൽകുന്നതിന് തുല്യമാണ്. പകരം നിങ്ങൾക്ക് എന്താ ലഭിക്കുക? അവരുടെ ദൗർഭാഗ്യങ്ങൾ, അവരുടെ ദാരിദ്ര്യങ്ങൾ, അതൊക്കെ ദോഷമാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ അണിഞ്ഞു, നിങ്ങൾ മോതിരം അണിഞ്ഞു, ഇത് എപ്പോഴും ഇങ്ങനെ വിരലിലിട്ടുകൊണ്ടിരിക്കുകയല്ല. നിങ്ങളത് മാസത്തിൽ ഒരു തവണയെങ്കിലും ഊരി തുളസി തീർത്ഥത്തിൽ ഇട്ട് വെച്ച് അത് കഴുകി അതിൽ ചേറും ചെളിയൊക്കെ കളഞ്ഞ് എപ്പോഴും നല്ല വെട്ടിത്തിളങ്ങുന്ന രൂപത്തിൽ അത് അണിയണം. അപ്പോൾ തീർച്ചയായും ആമമോതിരം അതിൻ്റെ ഗുണം നിങ്ങൾക്ക് നൽകും. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ആമമോതിരം അണിയുകയാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. അപ്പോൾ എല്ലാവരും ആമമോതിരം അണിയൂ, അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രധാനമായിട്ടും 5 ഗുണങ്ങളാണ് ആമമോതിരം അണിയുന്നതിലൂടെ ലഭിക്കുക എന്നാണ് പറയുന്നത്. മനസ്സമാധാനം വർദ്ധിക്കും, ധനം ആകർഷിക്കപ്പെടും, കുടുംബജീവിതത്തിൽ സന്തോഷം വരും, സന്താന സൗഖ്യം ഉണ്ടാകും. എല്ലാത്തിലും ഉപരിയായിട്ട് വിഷ്ണു ഭഗവാന്റെ ഒരു കവചമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും വിഷ്ണുവിടെ ഒരു രക്ഷയായിട്ട് ഈ വെള്ളിമോതിരം നിങ്ങളുടെ കൂടെ തന്നെ നിലകൊള്ളുകയും ചെയ്യും. ഇതാണ് ആമമോതിരത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും. അത് അണിയുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഗുണങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഇനി ആമമോതിരം അണിഞ്ഞവരുണ്ടെങ്കിൽ അവരുടെ അനുഭവങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ. അത് മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അനുഭവം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ തുറന്ന് പറയാവുന്നതാണ്.
അപ്പോൾ എല്ലാവർക്കും നന്ദി.